സോ ഗുഡ് മോർണിംഗ് മൈ പീപ്പിൾ. സോ ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത് എൻ്റെ ഡെയിലി മോർണിംഗ് റൂട്ടീനാണ്. സോ എൻ്റെ ഡെയിലി റൂട്ടീൻ വളരെ സിമ്പിളായിട്ടുള്ള ഡെയിലി റൂട്ടീനാണ്. ഇപ്പം ഒറ്റയ്ക്കാണ് താമസം, അതുകൊണ്ട് ഫുഡും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്യണം. സോ മോർണിംഗ് റൂട്ടീൻ: രാവിലെ എണീച്ച് ഒരു കോഫി കുടിച്ചു, ബ്ലാക്ക് കോഫി കുടിച്ചു. അത് കഴിഞ്ഞിട്ട് എനിക്കൊരു ക്ലയൻറ്റ് മീറ്റിംഗ് ഉണ്ടായിരുന്നു, അപ്പോൾ ക്ലയൻറ്റിനെ ട്രെയിൻ ചെയ്തു. അത് കഴിഞ്ഞ് ഇപ്പം ഓൾമോസ്റ്റ് 9 o'clock ആയിട്ടുണ്ട്. എനിക്ക് ബൈ 10-10:30 വർക്കിന് പോകണം. സോ അതുകൊണ്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. പല്ല് തേച്ചു, അത് മറക്കണ്ട, ഞാൻ പല്ല് തേച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ഞാൻ സീരിയൽസ് എടുക്കുന്നില്ല, ഇന്ന് എഗ്സിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ സ്റ്റാർട്ടിങ് ദ ഡേ വിത്ത് പ്രോട്ടീൻ. ലെറ്റ്സ് ഗോ. സോ ഐ എം കീപ്പിംഗ് ഇറ്റ് സിമ്പിൾ. 3 eggs സണ്ണി സൈഡാണ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ കൂടെ 2 slices ഓഫ് ബ്രെഡ്. ഇത് ഇവിടുത്തെ ടെമ്പറേച്ചർ കാരണം ഫ്രീസായിരിക്കുന്ന കോക്കനട്ട് ഓയിലാണ്. അപ്പം ഇത് നോൺ സ്റ്റിക്ക് അല്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് ഓയിൽ ഒഴിക്കണം. ഓയിൽ ഒഴിക്കുന്ന കാര്യം നടന്നില്ല, അതുകൊണ്ട് ഞാൻ ബട്ടർ എടുത്തിരിക്കുകയാണ്. നമുക്ക് കുറച്ച് ബട്ടർ ഒഴിക്കാം, അതാകുമ്പം പെട്ടെന്ന് സംഭവം തീരും. സമയമില്ല, ഒന്നാമത്തെ കാര്യം വർക്കും കാര്യങ്ങളും എല്ലാം പോകണം, അതുകൊണ്ട് ഞാൻ കുറച്ച് ബട്ടർ എടുത്തിട്ടുണ്ട്. ഈ ബട്ടറിനകത്ത് തീ കുറച്ചിടാം. ബട്ടറിനകത്താണ് നമ്മൾ എന്തായാലും എഗ്ഗ് സണ്ണി സൈഡ് ചെയ്തെടുക്കാൻ പോകുന്നത്. ഓക്കെ, ഞാനിപ്പം കോമ്പറ്റീഷൻ പ്രെപ്പിലൊന്നും അല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇത് കണക്ക് ഓംലെറ്റ് ഉണ്ടാക്കി കഴിക്കുന്നത്. ഇപ്പം ഞാൻ കോമ്പറ്റീഷൻ പ്രെപ്പിലാണെന്നുണ്ടെങ്കിൽ ഞാൻ കാലറി മാക്സിമം കുറയ്ക്കാൻ വേണ്ടി ഞാൻ ബോയിൽഡ് എഗ്ഗാണ് കഴിക്കുന്നത്. അല്ലാത്തപ്പം ഞാൻ നോർമലായിട്ടുള്ള എഗ്ഗ് എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉണ്ടാക്കിയാണ് കഴിക്കാറ്. സോ എഗ്ഗാണ് ദ ബെസ്റ്റ് സോഴ്സ് ഓഫ് പ്രോട്ടീൻ എൻ്റെ അഭിപ്രായത്തിൽ. കാരണം ഒന്നാമത്തെ കാര്യം അഫോർഡബിൾ ആണ്, ഈസി ടു മേക്ക്. ഇപ്പം നിങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും, ഇപ്പോൾ ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്കാണെങ്കിൽ പോലും എഗ്ഗ് വളരെയധികം എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. സോ ഇതിനകത്ത് വേറെ ഒന്നും നമ്മൾ ഇടുന്നില്ല, ജസ്റ്റ് ലിറ്റിൽ ബിറ്റ് ഓഫ് സോൾട്ട് ആൻഡ് ലിറ്റിൽ പെപ്പർ. ഓക്കെ, ഇത് ലോ ഫ്ലെയിമിൽ അത്യാവശ്യം കുക്കായിരിക്കട്ടെ, അപ്പോഴത്തേക്ക് നമുക്ക് റെഡിയാക്കാം. അപ്പോൾ ഒരു ജിം ഫ്രീക്കിൻ്റെ കിച്ചൺ എന്ന് പറയുമ്പോൾ ഏകദേശം ഇത് കണക്കായിരിക്കും. പ്രോട്ടീൻ പൗഡർ, സപ്ലിമെൻറ്റ്സ്, പിന്നെ വെയിങ് സ്കെയിൽ, പിന്നെ ഇത് സീരിയൽസ് ആണ്. സോ ഇങ്ങനെ ആയിരിക്കും ബേസിക്കലി ഒരു ജിം ഫ്രീക്കിൻ്റെ കിച്ചൺ ഉണ്ടായിരിക്കുക. പിന്നെ ഫ്രിഡ്ജിനകത്ത് വെക്കാനാണെങ്കിൽ ഓബിയസ്ലി അതിനകത്ത് ചിക്കൻ ഉണ്ടാവും, എഗ്സ് ഉണ്ടാവും, പീനട്ട് ബട്ടർ, ചീസ്, അങ്ങനത്തുള്ള ഐറ്റംസ് ഒക്കെ. സോ സിമ്പിൾ ആൻഡ് എലിഗൻ്റ് ആയിട്ടുള്ള പ്രോട്ടീനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഒന്ന്, ഇത് GNCയുടെ പ്രോട്ടീനാണ്. ഇതെനിക്ക് ഓൾറെഡി സ്പോൺസർഷിപ്പ് ഉണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സോ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. സോ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ആർക്കെങ്കിലും GNCയുടെ പ്രോഡക്റ്റ്സ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ കോഡ് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. വാങ്ങിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഡിസ്കൗണ്ട്സ് കിട്ടും. ഗുഡ് പ്രോട്ടീൻ ബട്ട് ലിറ്റിൽ ബിറ്റ് ലേറ്റ് ഡെലിവറി. സോ പിന്നെ ഞാൻ എൻ്റെ കോമ്പറ്റീഷൻ ടൈമിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സാധനമാണ്. ഇത് പ്യുവർ ഐസൊലേറ്റ് ആണ്, ഇതും GNCയുടെ തന്നെയാണ്. ഇതൊരു കുക്കീസ് ആൻഡ് ക്രീമാണ്. സോ രണ്ടിനകത്തും ഇപ്പോൾ പ്രോട്ടീൻ ഉണ്ട്. ഞാനിപ്പോൾ പ്രോട്ടീൻ പൗഡർ അധികം എടുക്കാറില്ല. എനിക്കിപ്പം ബാക്കി ഫുഡിനകത്ത് എടുക്കാൻ പറ്റുന്നില്ല, എനിക്ക് കറക്റ്റായിട്ട് പ്രോട്ടീൻ ഇൻടേക്ക് ആയില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ പ്രോട്ടീൻ പൗഡർ എടുക്കാറുള്ളൂ. മേ ബി 1 scoop. ഇപ്പം പ്രോട്ടീൻ കറക്റ്റായിട്ട് വന്നില്ലെന്നുണ്ടെങ്കിൽ 2 scoops. അപ്പോൾ എന്തായാലും നമ്മുടെ എഗ്ഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. എഗ്ഗ് പൊട്ടാതെ പ്ലേറ്റിലേക്ക് മാറ്റുന്നത് സോ കുടിക്കാൻ വേറെ കോഫിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇപ്പം 1 scoop എടുക്കാമെന്ന് വിചാരിച്ചേക്കുന്നത്. കാരണം എനിക്കിത് കഴിഞ്ഞിട്ട് വർക്കിന് പോകണം. അപ്പം ഞാൻ ചിലപ്പോൾ വരാൻ ലേറ്റ് ആവും. അപ്പം ലഞ്ച് കറക്റ്റായിട്ട് കഴിക്കാൻ പറ്റുമോ എന്ന് അറിയത്തില്ല. അപ്പം റൊട്ടീനൊക്കെ എങ്ങനെയാണ്, ലഞ്ച് കറക്റ്റായിട്ട് കഴിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. എന്തായാലും മാക്സിമം നമുക്ക് നോക്കാം. Okay, you might be wondering why I am eating just 3 eggs and 2 slices of bread. Okay, നിങ്ങൾക്ക് മനസ്സിലാകാത്തൊരു കാര്യം എന്ന് പറഞ്ഞത് എഗ്സ് വളരെയധികം കാലറീസ് കൂടിയൊരു ഐറ്റമാണ്.
and 2 slices of bread is almost 150 calories, and 3 whole eggs of sunny side is almost around 3 300 to 325 calories depending on how we are making it, like oil ആണോ ബട്ടർ ആണോ, ബട്ടറൊക്കെ ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടി കാലറീസ് കൂടും. പിന്നെ ഈ പ്രോട്ടീൻ പൗഡർ ഓൾമോസ്റ്റ് 1 സ്കൂപ്പ് ഈസ് ഈക്വൽ ടു 120 to 150 കാലറീസ്. അതും പല ബ്രാൻഡിൻ്റെ പല രീതിയിലാണ്. സോ ഓൾമോസ്റ്റ് എൻ്റെ ഇപ്പോഴത്തെ ബ്രേക്ക്ഫാസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അറൗണ്ട് 500 കാലറീസ് നമുക്ക് കറക്റ്റായിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റില്ല. ആപ്പൊക്കെ ഉപയോഗിച്ച് കഴിച്ച് കഴിഞ്ഞാലും ഓൾമോസ്റ്റ് നമുക്ക് 500 കാലറീസ് ആണ് വരുന്നത്. ഓക്കെ, അപ്പം എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് 500 കാലറീസ് വിച്ച് ഈസ് റിച്ച് ഇൻ പ്രോട്ടീൻ. കാരണം എഗ്സിനകത്തും പ്രോട്ടീൻ ഉണ്ട്, പ്രോട്ടീൻ പൗഡറും ഉണ്ട്. സോ ഓൾമോസ്റ്റ് അറൗണ്ട് 35 to 40 grams ഓഫ് പ്രോട്ടീൻ ഇതിനകത്ത് നിന്ന് വരുന്നുണ്ട്. സോ ഈ 2 slices ഓഫ് ബ്രെഡ് മതി എനിക്ക് കാർബായിട്ട്. സോ ഇത് കഴിഞ്ഞ് ലഞ്ചും ഡിന്നറും നമ്മൾ കാർബ് കുറച്ചും കൂടി കാണും. കാരണം വർക്കൗട്ടിന് മുമ്പുള്ളത് ലഞ്ചാണ്, അതിനുശേഷം പോസ്റ്റ് വർക്കൗട്ട് ആയിട്ടുള്ളത് ഡിന്നറാണ്. സോ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. സോ ദിസ് ഈസ് മൈ ഡെയിലി മോർണിംഗ് റൊട്ടീൻ. ഇപ്പം ഞാൻ സ്വന്തമായിട്ട് കുക്ക് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഇതെല്ലാം കറക്റ്റായിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫുഡ് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ കുറച്ചുകൂടി കറക്റ്റായിട്ട് ട്രാക്ക് ചെയ്ത് കഴിക്കാൻ പറ്റും. ഇപ്പം ഞാൻ ബൾക്ക് കഴിഞ്ഞു, കട്ടിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. കട്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരുപാട് കോമ്പറ്റീഷൻ ലെവലിലോട്ട് കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ജസ്റ്റ് എൻ്റെ ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് ജസ്റ്റ് ഒന്ന് കുറയ്ക്കുക. കാരണം അടുത്തൊരു കോമ്പറ്റീഷനെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല ഇതുവരെ. സോ അതുകൊണ്ട് ഞാനിപ്പം കട്ടിങ് ജസ്റ്റ് ഒരു നോർമൽ ബോഡി ഫാറ്റ് പെർസെൻറ്റേജിൽ എത്തിക്കാൻ നോക്കും. ഓൾമോസ്റ്റ് ഒരു 18 to 19% കാണുമായിരിക്കും, എനിക്ക് അറിയത്തില്ല, ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല. ഒരു 13 to 15 ആ റേഞ്ചിൽ എത്തിക്കാൻ പറ്റുമെങ്കിൽ മൈ ബോഡി വിൽ ബി ലുക്കിംഗ് സോ ബെറ്റർ. സോ അതാണ് എൻ്റെ ടാർഗറ്റ്. സോ അതിലേക്ക് ഒരുപാട് പെട്ടെന്ന് കുറയ്ക്കുന്നില്ല, പയ്യനെ കുറയ്ക്കുന്നുള്ളൂ. സോ ദാറ്റ് ഐ ക്യാൻ എൻജോയ് മൈ ലൈഫ് ആൻഡ് അറ്റ് ദി സെയിം ടൈം ഐ ക്യാൻ അച്ചീവ് മൈ ഫിറ്റ്നസ് ഗോൾ. സോ ഇതാണ് ഇപ്പോൾ എൻ്റെ ഡെയിലി റൊട്ടീൻ എന്ന് പറയുന്നത്. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക. ഇത് കണക്കുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഒന്ന് ഫോളോ ചെയ്തേക്കാം, ബിക്കോസ് ഐ ആം മേക്കിംഗ് വീഡിയോസ് ദെയർ ആൾസോ. ആൻഡ് യൂട്യൂബ് ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അണ്ടിൽ ദെൻ ബൈ.